ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അതായത് സാധാരണ എല്ലാവരും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ചെമ്മീൻ മസാല ഉണ്ടാക്കി അത് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് കോക്കനട്ട് മിൽക്കിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ കേട്ടോ. എന്തായാലും ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ ഹോട്ടലിൽ കഴിച്ചാൽ പോലും പലയിടത്തും ചെയ്യുന്ന സമയത്ത് പോലും ഇത്രയും ടേസ്റ്റി ആയിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു പ്രാവശ്യം ഞാൻ ചെയ്യുന്ന അതേ മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് കഴിച്ചു നോക്കും. പിന്നെ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അതൊന്നും കഴിക്കില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. പിന്നെ പുറത്ത് പോയിട്ട് കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എല്ലാവരും ഒന്നും ചിലപ്പോൾ നല്ലപോലെ ചെമ്മീനൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും എനിക്കറിയില്ല. ഞാൻ പൊതുവെ ഹോട്ടലിൽ നിന്നൊന്നും ഒന്നും കഴിക്കാറില്ല. കാരണം വീട്ടിൽ കഴിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ ചെമ്മീൻ്റെ ആ ഒരു ഞാൻ എൻ്റെ മറ്റേ ഫസ്റ്റ് വീഡിയോയിൽ നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ ആ ഒരു സ്റ്റൊമക്കിൻ്റെ പാർട്ടാണ് അത് എടുത്ത് കളയണമെന്നൊക്കെ പറഞ്ഞത്. അതൊന്നും എടുത്ത് കളയാതെ ആയിരിക്കും പലയിടത്തും ക്ലീൻ ചെയ്ത് നമുക്ക് കിട്ടുക. ക്ലീൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ പോലും അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ നോക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം, ഡിസ്ക്രിപ്ഷൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതിലൊരു 600 ഗ്രാം ചെമ്മീനുണ്ട്. ഞാനിത് മേടിക്കുമ്പോൾ ഒരു 3/4 കിലോയിൽ കൂടുതൽ 800 ഗ്രാമോ മറ്റോ ഉണ്ടായിരുന്നു. ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ര 600 ഗ്രാമൊക്കെ ഉള്ളൂ. അപ്പം ഈ ചെമ്മീനിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് ഇത് വേവാൻ വയ്ക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടി മതി കേട്ടോ. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മതിയാവും. നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ. അതുപോലെ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. കുറച്ചുകൂടി ലാസ്റ്റ് വേണ്ടി വരും ഗരം മസാല. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് ആദ്യം കുറച്ചിട്ടാൽ മതി, ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം. ഇത് നമുക്ക് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. തിരുമ്പി പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിത് കോക്കനട്ട് മിൽക്കിലാണ് ചെയ്യുന്നത്. കോക്കനട്ട് മിൽക്കില്ലാതെ സാധാ ചെമ്മീൻ മസാല മതിയെങ്കിൽ എൻ്റെ വേറെ റെസിപ്പി ഉണ്ട്, അതെല്ലാവർക്കും നോക്കാം. ഇത് ഞാനൊരു ഗ്ലാസ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഉണ്ടോ ആണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പൊടികൾ എന്തെങ്കിലും കട്ട കുത്തി എവിടെയെങ്കിലും കിടക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. അത് മുഴുവൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കുടംപുളിയുടെ കഷ്ണം ഞാൻ കഴുകിയിട്ട് വൃത്തിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വെള്ളത്തിലിട്ട് വയ്ക്കുകയൊന്നും വേണ്ട, അത് തിളയ്ക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മിക്സ് ആയിക്കോളും. ഇത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നല്ലപോലെ തിളച്ച് ഇതാവട്ടെ. അതിന് വേണ്ടി അടുപ്പിലേക്ക് വയ്ക്കാം. ചെമ്മീനൊക്കെ വെന്ത് കിട്ടുന്നവരെ മതി. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് ചേർക്കാനുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞും ചേർക്കാം കേട്ടോ, ചതച്ചൊക്കെ ചേർക്കാം. ഞാനിവിടെ അരച്ച് ചേർക്കുന്നു, കാരണം എൻ്റെ മോൾക്ക് ഇത് പറ്റില്ല. 2 പച്ചമുളക്, 2 പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ പച്ചമുളക്, അതുകൊണ്ട് 2 എടുത്തിരിക്കണേ. നിങ്ങൾ എരിവനുസരിച്ച് എടുത്തോളൂ. ഒരു 4-5 ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് അരയുമ്പം കഷ്ണങ്ങളായിട്ട് കിടക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി ഒരുപാടൊന്നും എടുക്കണ്ട. ഇത് നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം. നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ
കുറച്ച് സവാള, തക്കാളി, അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് എണ്ണ, ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. നമുക്ക് നോക്കാം. നമ്മുടെ ചെമ്മീൻ കണ്ടോ നല്ലപോലെ 10 മിനിറ്റോളം വേവിച്ചിട്ട് ഞാനതുപോലെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ എടുത്ത് ഞാനത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ എണ്ണ മതി. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണയിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാൻ പറയണ പോലെ തന്നെ എണ്ണയിലേക്ക് നേരിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഞങ്ങൾ ആദ്യം അതിനെ ആ പാനിൻ്റെ സൈഡിലേക്ക് ഇട്ടിട്ട് അതിനെ എണ്ണയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്യുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അത് ആ പച്ച മണമാണ് ഇപ്പോൾ വരുന്നത്. അത് നന്നായിട്ട് വഴന്നു കഴിയുമ്പം ശരിക്കും അതിൻ്റെ ഒരു സ്മെല്ല് വന്നോളും. റെഗുലർ മുളക് പൊടി ഇട്ടിട്ട് കളറ് പോരാ തോന്നണവർക്ക് കുറച്ച് കളറ് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഈ ചെയ്യുന്ന സമയത്ത് ഈ വഴറ്റുന്നതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പക്ഷെ അതൊന്നും ഇടുന്നില്ല. ചെമ്മീൻ നാളികേരപ്പല വെച്ച് റോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല. ഞങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ റെസിപ്പി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ചേർത്തില്ലെങ്കിൽ ശരിക്കും ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇതിൽ മല്ലിയില നന്നായിരിക്കില്ല, അതുകൂടെ ഞാൻ പറയാം. ഇനി നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യണം. ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മുടെ സവാള ഇത്രയൊക്കെ വഴറ്റിയാൽ മതി. ഒരുപാട് ബ്ലാക്ക് ആക്കൊന്നും വേണ്ട, ഡാർക്കൊന്നും ആക്കണ്ട. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ കാശ്മീരി ചില്ലി പൗഡർ കളറിന് ചേർത്ത് കൊടുക്കണം താല്പര്യമുള്ളവർക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചെയ്യുന്നില്ല. ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ചെമ്മീനിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ. അതുമാത്രമല്ല ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വേഗം സെറ്റായി കിട്ടാനായിട്ടും ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാവും. പക്ഷേ കുറച്ച് നേരം വഴറ്റിയിട്ട് മാത്രമേ ഇടാവുള്ളൂ. ആദ്യം തന്നെ കൊണ്ട് അതിട്ട് കൊടുത്തിട്ട് വേഗം എളുപ്പമാക്കി എടുക്കണ്ട. അതിൻ്റെ ആ മൂത്ത് വരുന്ന ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടില്ല. നിങ്ങൾക്ക് വെന്ത് വന്നിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് എന്തെങ്കിലും പോരെങ്കിൽ ഈ വഴറ്റുന്നതിലേക്ക് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാതെ പിന്നീട് എപ്പോഴെങ്കിലും ചേർക്കാമെന്ന് വിചാരിക്കരുത്. ഈ സംഭവം അതിലേക്ക് എരിവ് എന്തെങ്കിലും പോരെങ്കിൽ എന്താണെങ്കിലും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഇതിലൊന്നും ചേർക്കണ്ട. കുരുമുളക് പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ പോരാ തോന്നുന്നത് ഇതിലേക്ക് ചേർക്കാം. എന്ന് വെച്ചാൽ അതിലേക്ക് ഒന്നും ഇടാതെ അത് വെറുതെ വേവിച്ചെടുത്താലും നന്നായിരിക്കില്ല കേട്ടോ. അതിൽ അത്രയെങ്കിലും ഇടണം, കുറച്ചെങ്കിലും ഇട്ട് കൊടുത്തിട്ട് വേണം നല്ല ചെമ്മീനിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്യാനുള്ള ചെമ്മീൻ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീൻ മസാല വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാനിവിടെ ഒന്നും ചേർക്കാറില്ല. നമുക്ക് വേണ്ടെങ്കിൽ ആ കുടംപുളിയുടെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, വേണമെങ്കിൽ എടുത്ത് കളയാം. നിങ്ങൾക്ക് ഇത് ഒരുപാട് റോസ്റ്റ് ആക്കേണ്ട, ഇങ്ങനെ ഗ്രേവി ടൈപ്പ് കറിയായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ.
അങ്ങനെ വേണ്ടവർക്ക് ഇനി കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ ഒരു അല്പം ഗ്രേവി കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചിട്ട് ബാക്കി കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ഗരം മസാലയും കൂടെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഞാനിന്ന് റോസ്റ്റാക്കി എടുക്കാനാണ് പോകുന്നത്. ഇപ്പം അതിൻ്റെ അകത്ത് ഗ്രേവിയൊക്കെ നല്ലപോലെ കുറുകി തുടങ്ങി. നമുക്കിനി ബാക്കിയുള്ള കറിവേപ്പിൻ്റെ ഇലയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ലാസ്റ്റ് ചേർത്താലേ നന്നായിരിക്കും. അത് ഒന്നുകൂടെ വേവുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക മണവും ഗുണവും ഉണ്ടല്ലോ, അതുകൂടെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ചേർക്കാൻ പറയണത്. ചെമ്മീൻ മസാല ചേർത്ത് കൊടുക്കുന്നവർക്കും അല്ലെങ്കിൽ ചെമ്മീനോ മീൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നവർക്ക് നമ്മൾ ഈ മസാലയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ചെമ്മീൻ ചേർത്തില്ലേ, ആ ചെമ്മീൻ ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പറയാൻ വിട്ടു. ഇത് പക്ഷെ മീൻ മസാലയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ്. ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നവർക്കും എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെവലിൽ ആ വേവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിലെ രീതിയിലും ആക്കിയെടുക്കാം. റോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഏത് സെക്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ക്ലോസ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈ റോസ്റ്റ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഒരുപാട് ഒരല്പം മസാലയൊക്കെ ഉള്ള തരത്തിലേ ചെയ്യുള്ളൂ. കറക്റ്റ് മൊരിച്ചെടുക്കുകയൊന്നുമില്ല ഇവിടെ. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരല്പം ചാറുള്ള കറി തന്നെയാണ് ഇഷ്ടം. ചാറില്ലെങ്കിൽ ഒരു മസാലയൊക്കെ ഗ്രേവി അല്ലെങ്കിൽ തിക്നെസ് വേണം, അല്ലെങ്കിൽ സ്പ്രെഡായി കിടക്കുന്ന എന്തെങ്കിലും വേണം. അല്ലാതെ വെറുതെ മൊരിച്ചെടുക്കുന്നതിനോട് താല്പര്യമില്ല. അതിനൊക്കെ ഫിഷ് ഫ്രൈ തന്നെയാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ എൻ്റെ മോര് കാച്ചിയതും ഇതുമൊക്കെയാണ് ഒന്നിച്ച് കഴിക്കാറ് ഇവിടെ. മോര് കാച്ചിയതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കാരണം കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ അത് കുറുകും, ഡ്രൈ ആയിക്കോളും. ശരിക്കും റോസ്റ്റ് ചെയ്യേണ്ടവർക്ക് കുറച്ചുകൂടെ എണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ റോസ്റ്റാക്കി എടുക്കാം, മൊരിച്ചെടുക്കാം. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.